തൊട്ട് കളിക്കുകയാണ്. എടാ, പ്രഭാത് വരുന്നുണ്ട്. എന്നും ഒരേ കളിയല്ലേ? ഈ കളികളൊക്കെ നിനക്ക് മടുത്തോ? ക്രിക്കറ്റ് ഫുട്ബോളും ഒക്കെ വന്നപ്പോൾ നമ്മുടെ നാടൻ കളികളൊക്കെ പോയി. എങ്ങോ പോയി പറഞ്ഞു. അതൊന്നുമല്ല, എനിക്ക് കളിക്കാൻ താല്പര്യമില്ലാത്തോണ്ട്. പിന്നെ ടീച്ചറും തിരക്കി ക്ലാസ്സിലെ പഠിപ്പിച്ചല്ലേ. ഇപ്പോൾ വന്നിട്ട് നാളുകൾ 4. നീ എവിടെയാ പോകുന്നേ? ഞാനത് മറന്നു. സത്യത്തിൽ നിങ്ങളോട് ഒരു കാര്യം പറയാനാണ് വന്നത്. എന്താ? പറയടാ. പറയാം, വെള്ളം കൂട്ടതെ ആളുകൾ കേൾക്കും. ആളുകൾ കേട്ടാലെന്താ? ആരും കേൾക്കാതെ കാണാതെ അടക്കത്തിൽ പറയണമെന്ന് അങ്കിൾ പറഞ്ഞേ. അങ്കിളോ? അതാരാ? നല്ല മിഠായൊക്കെ വാങ്ങി തരുന്ന അങ്കിൾ. ഓ, അവനൊരു തള്ള്. തള്ളല്ല, ശരിയാ. എനിക്കും വാങ്ങി തരുമോ? എടാ, എനിക്ക് നിങ്ങളോട് സ്നേഹം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അങ്കിളിനെയും കൂട്ടി വന്നത്. ആണോ? അതെ. എങ്കിൽ എവിടെ മിഠായി അങ്കിൾ? അങ്കിൾ, ഇവൻ പറയുന്നത് ശരിയാണോ? അവൻ ശരി മാത്രമേ പറയത്തുള്ളൂ. എന്റെ കൈവശമുള്ള മുട്ടായി കഴിച്ചാൽ നിങ്ങളും അങ്ങനെ തന്നെ പറയും. അതെയോ? എങ്കിൽ ഞങ്ങൾക്കും വേണം ആ മിഠായി. അതിനെന്താ, തരാമല്ലോ. ഈ മിഠായി കഴിച്ചാൽ സ്കൂളിൽ പോകാൻ പറ്റില്ലേ? ഈ പ്രഭാതം 3-4 ദിവസമായി സ്കൂളിൽ വരുന്നില്ല. അവൻ ഇപ്പോൾ മിഠായി വിൽപ്പന തുടങ്ങി. വിൽപ്പനയോ? എടാ, അങ്ങനെയൊന്നുമില്ല, കുറേശ്ശെ ചെറുതായിട്ട്. പേടിക്കുന്ന മക്കളെ, 1-2 തവണ ഞാൻ സൗജന്യമായി തരാം. പിന്നെ പണം വന്നാലേ തരത്തുള്ളൂ. അതിന് ഞങ്ങളുടെ മക്കൾ എവിടെയാ പണം? അതിനാൽ മക്കളെ, മിഠായി വിൽക്കാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പണം കിട്ടും. അത് കൊള്ളാലോ. ഇതിന് വല്ലാത്തൊരു ദുർഗന്ധമാണല്ലോ. അത് തോന്നുന്നതാ. ആദ്യമൊക്കെ അങ്ങനെ തന്നെയാ തോന്നിയത്. എങ്കിലും വല്ലാത്തൊരു സ്മെല്ല്. കൂട്ടുകാരെ, നമുക്കിത് വേണ്ട. അതെന്താടാ അങ്ങനെ? എന്റെ പപ്പ പറഞ്ഞിട്ടുള്ളതാണ്, പരിചയമില്ലാത്തവർ തരുന്നത് ഒന്നും വാങ്ങി കഴിക്കരുതെന്ന്. ഞാനല്ലേ, നമുക്ക് തമ്മിൽ അറിയാമല്ലോ. നീ പറയുന്ന ഈ അങ്കിളിനെ എനിക്കറിയില്ലല്ലോ. അറിയാമല്ലോ. വേണ്ട, എന്തായാലും എനിക്ക് വേണ്ട. നിങ്ങൾ കഴിക്കും. അവനല്ലെങ്കിലും അങ്ങനെയാണല്ലോ. നോ പറയുന്നതാണല്ലോ അവന്റെ തൊഴിൽ. എനിക്ക് നിന്റെ ഗന്ധം ഉൾക്കൊണ്ടപ്പോൾ തന്നെ വല്ലാത്തൊരു തലകറക്കം. അപ്പോൾ ഇത് ഉപയോഗിച്ചാലോ? അതൊക്കെ നമുക്ക് തോന്നുന്നതാ മക്കളെ, ഉപയോഗിക്ക്. ഇത് മയക്കുമെന്നാണ് തോന്നുന്നത്. വല്ലാത്തൊരു മയക്കം. ഇവിടെ എന്റെ പണി തീർന്നു. ഇനി ഞാൻ വരികയാണ് നിങ്ങളുടെ അരികിലേക്ക്. ഇവന്മാർ ഒന്നൊന്നായി എന്നെ തേടി വന്നോളൂ. ഇനി സൗജന്യമായി കിട്ടുമല്ലോ. കുറച്ചു നാളത്തേക്ക് കുഴപ്പമില്ല. പിന്നെ അടുത്ത ഇരകളെ വീഴ്ത്തണം. അപ്പോൾ ബൈ ബൈ അങ്കിൾ. ബൈ. എണീക്ക്, എണീക്ക് മാലതി, എണീക്ക് ദേവിക, എഴുന്നേൽക്ക്. ടീച്ചർ, ടീച്ചർ, ടീച്ചർ. എന്താ ഇവിടെ? ഇതുവരെ വീട്ടിൽ പോകാനായില്ലേ? ഇല്ല ടീച്ചർ, എന്റെ കൂട്ടുകാർക്ക് എന്ത് പറ്റി? അയ്യോ, ഇവർക്ക് എന്ത് പറ്റി? ഇവൻ ഈ പ്രഭാത് പറ്റിച്ച പണിയാണ്. കാര്യം പറയൂ പ്രഭാത്, എന്താ ഇത്? ടീച്ചർ, എനിക്ക് ഇവനും ഇവന്റെ മിഠായികളും കൂടി എന്റെ കൂട്ടുകാർക്ക് എന്തോ കൊടുത്തു. അതിനുശേഷമായി ഈ മയക്കം. പ്രഭാത്, എന്താ ഇത്? എനിക്കറിയില്ല ടീച്ചർ. മയക്കുമരുന്നാണെന്ന് തോന്നുന്നു. മയക്കുമരുന്നോ? ദൈവമേ, എന്റെ കുട്ടികൾ അതിൽ അകപ്പെടുമോ? ഞാൻ സ്കൂൾ കൗൺസിലിനെ വിളിക്കാം. ടീച്ചർ, എനിക്കും രക്ഷപ്പെടാനാവുമോ? ടീച്ചർ, ഇവൻ രക്ഷപ്പെടണ്ട, അവൻ രക്ഷപ്പെട്ടാൽ മതി. അങ്ങനെ പറയാതെ അമ്മിൻ, ഇവർ എല്ലാവരും നമുക്ക് പ്രിയപ്പെട്ടവരല്ലേ?
അത് ഞാൻ ചെയ്യാം. ഞാൻ ഫോൺ ചെയ്താൽ അയാൾ ഇവിടെ എത്തും. ഇവിടെ എത്തില്ല, കാരണം ഇതൊക്കെ ഇപ്പോൾ തന്നെ അയാൾ അറിഞ്ഞിട്ടുണ്ടാവും. അത്രയ്ക്ക് വലുതാണ് അവരുടെ നെറ്റ്വർക്ക്. അപ്പോൾ എന്താ ചെയ്യുക? അതൊക്കെ ഞാൻ പോലീസിനെ ഇൻഫോം ചെയ്തിട്ടുണ്ട്. അവർ നോക്കിക്കോളും. പിന്നെ ഒരു കാര്യം, വിളിക്കുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിങ്ങളൊന്ന് പോകേണ്ടി വരും. അപ്പോൾ ഞങ്ങളുടെ കാര്യമോ? നിങ്ങളുടെ കാര്യം തൽക്കാലം എന്റെ ഉത്തരവാദിത്വത്തിലാണ്. നിങ്ങൾ ചില പ്രത്യേക പരിശീലനങ്ങൾ വേണ്ടിവരും. കൂട്ടുകാരെ, ലഹരി വസ്തുക്കളുടെ ഉപയോഗം സാമൂഹിക രോഗം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അത് വരുന്ന വഴിയെ കണ്ടെത്തി നശിപ്പിക്കണം. നിങ്ങൾ ഇപ്പോൾ ഇതിൽ അടിമപ്പെട്ടിട്ടില്ല. 1-2 തവണ ഉപയോഗിച്ചാൽ പിന്നെ നമുക്കിത് നിർത്തുക വൻ പ്രയാസമാണ്. അത്തരത്തിൽ അഡിക്റ്റായവർ നമുക്ക് ചുറ്റുമുണ്ട്. അവരെ അതിൽ നിന്നും വിടുവിക്കാനുള്ള ഉത്തരവാദിത്വം സന്മനസ്സുള്ള എല്ലാവരുടെയും ഉത്തരവാദിത്വത്തിലാണ്. കൂട്ടുകാരെ, എനിക്കിപ്പോൾ നിങ്ങളെ കുറിച്ച് അഭിമാനം തോന്നുന്നു. ഇയാളാണ് ഞങ്ങളെ തെറ്റിച്ചത്. ഇവരെയൊക്കെ ഞങ്ങൾ നോക്കിക്കൊള്ളാം. പിന്നെ അഭിനാരാണ്? അഭിനന്ദനങ്ങൾ മോനെ. ഇയാൾ പറഞ്ഞു നീയാണ് ഇത് ഉപയോഗിക്കുന്നതിൽ നിന്നും നോ പറഞ്ഞത്. ചെറുത്തു നിന്നിട്ട് അതുകൊണ്ടല്ലേ ഇപ്പോൾ അയാളെ പിടിക്കാൻ കഴിഞ്ഞത്.